ഉത്സവവും കെട്ടുകാഴ്ചകളും ആവേശവും ആൾത്തിരക്കുമൊഴിഞ്ഞ ഒരു മൈതാനം പോലെയാണ് ഇപ്പം എൻ്റെ മനസ്സ്. മുന്നിൽ അവളെത്തുമ്പോൾ കരുതി വെച്ചതൊക്കെ പറയണമെന്ന് വിചാരിച്ചു. ഒരു വാക്ക് പോലും കേൾക്കാൻ നിൽക്കാതെ അവൾ ഓടിപ്പോയി. ഇല്ല, അവൾക്കൊരിക്കലും അങ്ങനെ കഴിയില്ല. ഒരിക്കലും. എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നതായിട്ട് അവൾ അഭിനയിക്കുക മാത്രമാണ്. അവൾ എവിടെയും പോവില്ല. എന്നെ ഒറ്റക്കാക്കി എവിടെയും പോകാൻ അവൾക്ക് കഴിയില്ല. കഴിയില്ല അവൾക്ക്. എന്നെ ഒറ്റക്കാക്കിയിട്ട് എവിടെയും പോകാൻ കഴിയില്ല അവൾക്ക്. ഒരിക്കലും. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. അതെ, ചെയ്ത തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നവരെ വിളിക്കുന്ന പേരെന്താന്നറിയാമോ? ശ്രീലക്ഷ്മി എന്ന്. ഇതിനു മുമ്പൊരിക്കൽ നീ രവിവർമ്മൻ സാറിനെ ഒരക്ഷരം പോലും പറയാൻ സമ്മതിക്കാതെ നിന്റെ വായിൽ തോന്നിയത് അങ്ങോട്ട് പറഞ്ഞിട്ട് പോന്നു. ഇന്നിപ്പോ അമ്പലത്തിൽ വേറൊന്ന്. ഞാൻ ദാ ആണയിട്ട് പറയുന്നു, ഇനിയെങ്കിലും നീ രവിവർമ്മൻ സാറിനെ നേരിട്ട് വിളിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഇതിവിടെ ഇപ്പൊ തന്നെ പൊട്ടി തകർന്ന് അവസാനിക്കും. നീയായിട്ട് അതിനിട വരുത്തരുത്. നോക്ക്, നീ അന്ന് കോയമ്പത്തൂര് പോയപ്പോഴും ഇതുപോലെ ചിലത് സംഭവിച്ചിരുന്നു. അന്ന് രവിവർമ്മൻ സാറാ ആദ്യം നിന്നിൽ നിന്ന് അകന്നത്. ഇപ്പൊ നീ സാറിൽ നിന്ന് അകന്നു നിൽക്കുന്നു. എന്തായാലും ഇത്തവണ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇപ്പൊ തന്നെ സാറിനെ ഫോണിൽ വിളിച്ചേ പറ്റൂ. എന്താടി ഇനി നീ ചിന്തിച്ചു നിൽക്കുന്നത്? സത്യം പറഞ്ഞ ഈ പ്രേമം എന്ന വികാരത്തിന് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പറയും. കുഴപ്പം നിന്നെ പോലെ പ്രേമിക്കുന്നവർക്കാ. അവരാ പ്രേമത്തിനിടയിൽ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇവിടിപ്പോ അറ്റ്ലീസ്റ്റ് നീ സാറിന് എന്താണ് പറയാനുള്ളതെങ്കിലും കേൾക്കാൻ തയ്യാറായേ പറ്റൂ. എനിക്ക് നിർബന്ധമാണ്. നീ ഫോൺ എടുത്ത് വിളിക്ക് ശ്രീ. എനിക്ക് കാണണം നീ സാറുമായിട്ട് സംസാരിക്കുന്നത്. വിളിക്കാൻ. ഹലോ. ഹലോ സർ. ഓ, താങ്കളപ്പോ ഇങ്ങോട്ട് തന്നെ വിളിച്ചതാണല്ലേ? ഞാൻ കരുതി നമ്പർ മാറിപ്പോയതായിരിക്കുമെന്ന്. പറഞ്ഞോളൂ. ഇനി എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടെങ്കിൽ അതും ശ്രീലക്ഷ്മിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. സർ, എനിക്കൊരു ഉത്തരം വേണമായിരുന്നു. ഐ നീഡ് ആൻ ആൻസർ. എന്ത് ആൻസർ? സർ, സത്യം പറയണം. സാർ എന്നോട് എന്ത് പറയാനാ വന്നത്? എല്ലാം തനിക്ക് തന്നെ അറിയാമായിരുന്നല്ലേ പറഞ്ഞത്. ഞാൻ എന്താ പറയാൻ വന്നതെന്നും താൻ തന്നെ പറഞ്ഞു സൂചിപ്പിച്ചിരുന്നു. പ്ലീസ് സർ, സത്യം പറയൂ. സർ എന്ത് പറയാനാ വന്നത്? വാസ്തവത്തിൽ ഞാൻ പറഞ്ഞതും സാറിന്റെ മനസ്സിലുണ്ടായിരുന്നതും ഒന്ന് തന്നെയാണോ?
അതോ മനസ്സിൽ വേറെന്തെങ്കിലും വിചാരിച്ചിട്ടാണോ സാർ വന്നത്? ഞാൻ എല്ലാത്തിനും അല്പം ധൃതി കാണിച്ചോ എന്നാ എന്റെ സംശയം. അല്പമല്ല, ഒരുപാട് ധൃതി കാണിച്ചു. ഒരുപാട്. എനിക്ക് തന്നോട് ഒരുപാട് പറയാനുണ്ടായിരുന്നു ശ്രീലക്ഷ്മി. പക്ഷേ താൻ ഒരുപാട് ധൃതി കാണിച്ചു. വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. വാസ്തവത്തിൽ താനെന്ന് പറഞ്ഞതൊന്നുമല്ല ഞാൻ തന്നോട് പറയാൻ വന്നത്. ഞാൻ പറയാൻ വന്നത് വേറൊരു വിഷയം. ജീവിതത്തിലെ ഏറ്റവും ഹൃദ്യമായൊരു വിഷയം. അതിനാ ഞാൻ മുല്ലപ്പൂക്കളുമായിട്ട്. മോളെ, ആ മോളിവിടെ കാണല്ലേ? ആ കൃഷ്ണയുണ്ടല്ലോ കൂടെ. അല്ല, നീ ഫോണിൽ സംസാരിക്കാൻ തോന്നുന്നു. ആ അതെ അച്ഛാ. അയ്യോ സോറി. ആ എനിക്ക് മോളോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. വീട്ടിലോട്ട് വാ, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. അല്ല, ആരാ മോളെ ഫോണിൽ ഈ സമയത്ത്? ഒരു ഫ്രണ്ടാ അച്ഛാ. എന്റെയും കൃഷ്ണയുടെയും ഒരു കോമൺ ഫ്രണ്ടാ. ആ ശരി. തിരക്ക് കഴിയുമ്പോൾ നീ വാ, ഞാൻ അകത്തുണ്ടോ. പോട്ടേടി. കൊള്ളാം. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ശ്രീലക്ഷ്മിക്ക് തോന്നിയത് രവിചന്ദ്രവർമ്മൻ വേറൊരു കാര്യം പറയാനാണ് തന്നെ തേടി വന്നത്. കഷ്ടം. ഏതായാലും കടന്നു പോയത് വലിയൊരു അനുഭവത്തിലൂടെയായിരുന്നു. അതിന് നന്ദി പറയേണ്ടത് അമ്മയ്ക്കും. അമ്മ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനന്ന് അമ്പലത്തിലേക്ക് പോകില്ലായിരുന്നു. ശ്രീലക്ഷ്മിയെ കാണില്ലായിരുന്നു. ഒപ്പം അവളുടെ പ്രിയപ്പെട്ട ഓർമ്മ എനിക്ക് കിട്ടുകയും ചെയ്യുമായിരുന്നില്ല. രവി, ആ അമ്മേ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഉറങ്ങാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ നിനക്ക്? ഉറങ്ങണം. സത്യം പറഞ്ഞ ഞാൻ അമ്മയെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോകാൻ. അപ്പോഴിതാ അമ്മ തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നു. എനിക്കും തോന്നി ഉറങ്ങുന്നതിന് മുമ്പ് നിനക്ക് ഗുഡ് നൈറ്റ് തരണമെന്ന്. അല്ല, നീ എന്തോ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഗുഡ് നൈറ്റിനോടൊപ്പം വേറെ വല്ല വാർത്ത കൂടി പറയാനുണ്ടോ നിനക്ക്? ഏയ് അങ്ങനൊന്നുമില്ലമ്മേ. എന്നാലും ഗുഡ് നൈറ്റിനൊപ്പം അമ്മയ്ക്കൊരു താങ്ക്സും പറയണമെന്ന് വിചാരിച്ചിരുന്നു, ബോണസ് ആയിട്ട്. താങ്ക്സോ? അതെന്തിനാണെന്ന് മനസ്സിലായില്ല. അമ്മ ഇന്നെന്നെ അമ്പലത്തിൽ കൊണ്ടുപോയില്ലേ, അതിന് തന്നെ. ആഹാ, അത് കൊള്ളാലോ. ആദ്യം അമ്പലത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ നീയാ ഇപ്പൊ താങ്ക്സ് പറയുന്നു. ആ, ഇതാ പറയുന്നത് ദൈവത്തിന് ശക്തിയുണ്ടെന്ന്.
അതെ അമ്മേ, ദൈവത്തിന് ശക്തിയുണ്ട്. അദ്ദേഹമാണ് എവിടെ എന്ത് എപ്പോൾ എങ്ങനെ സംഭവിക്കണമെന്ന് നിശ്ചയിക്കുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രവി രവി അമ്മേ, എന്നാ പിന്നെ നീ നിന്റെ സന്തോഷത്തെ തന്നെ നിൽക്ക്. നമുക്ക് രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മേ, കാണാൻ രാവിലെ. നീയും ഞാനും ഒരുമിച്ച് അവസാനം വരെ ഉണ്ടാകണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു ശ്രീലക്ഷ്മി. നമ്മളല്ല അത് തീരുമാനിച്ചത്, ദൈവം തന്നെയാണ്, സാക്ഷാൽ സർവേശ്വരൻ. ആ, നീ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് അടുക്കി വെക്കലും മടക്കി വെക്കലും ഒക്കെ തുടങ്ങിയല്ലേ? എന്നാ പിന്നെ നിനക്ക് കുറച്ച് കാശ് തന്നേക്കാം, സന്തോഷാവട്ടെ. ഇതെന്താ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാശ് കൊണ്ടുവരുന്നുണ്ടല്ലോ, ഇതെന്തു പറ്റി? പ്രത്യേകിച്ച് പറ്റിയിട്ടൊന്നുമല്ല. ഇന്ന് സഹദേവ മുതലാളി കമ്മീഷൻ തന്നതാ. രാജനന്ദിനി സാരികൾ സൂപ്പർ സെയിൽസ് അല്ലേ? എന്തോന്നാ ശ്രീടച്ച ഇത്? രാജനന്ദിനി എന്ന് കേൾക്കുമ്പോ മോള് ജോലി ചെയ്ത കമ്പനിയുടെ കാര്യം ഓർമ്മ വരുന്നത്. വെറുതെ എന്തിനാ അതൊക്കെ ഓർമ്മിപ്പിച്ച് അവളെ കൂടെ വിഷമിപ്പിക്കുന്നേ? ഏയ്, അത് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. മോള് പോലും അതിനെപ്പറ്റി മറന്നുകൊണ്ടിരിക്കുക. നീയായിട്ട് ഓരോന്ന് പറഞ്ഞ് അവളെ പ്രശ്നത്തിലാക്കണ്ട. മോളെ അധ്യായമേ മറന്നേക്ക്. ആ, ഞാൻ നിന്നോട് പറയാൻ വെച്ചത് മറ്റൊരു കാര്യ. ഇന്നൊരാൾ കടയിൽ വന്നു. അയാളുടെ മകൻ എന്തോ ഒരു വാക്കിംഗ് ഇന്റർവ്യൂവിന് പോകുന്നെന്ന് ഏതോ കമ്പനിയിൽ. ഞാനപ്പോൾ മോളുടെ കാര്യം പറഞ്ഞു. അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ആ, മോൾ ഈ നമ്പറിൽ നാളെ ഒന്ന് വിളിച്ചു നോക്കണം. ശരി അച്ഛാ, വിളിച്ചു നോക്കാം. നന്നായി. നമ്മളിങ്ങനെ മടി പിടിച്ചിരുന്ന അവസരങ്ങൾ കിട്ടില്ല നമുക്ക്. എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എന്തോ മോളി ഇന്റർവ്യൂവിൽ പാസ്സാകുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സരോജം, നമുക്കും നല്ല കാലം വരുമെന്ന്. ചിലപ്പോ മോൾക്ക് രണ്ടാമത്തെ ജോലി കിട്ടുമ്പോഴായിരിക്കും അത്. അതെ അതെ, വിചാരിച്ചിരിക്കാതെ കടയിൽ നിന്ന് നിങ്ങൾ ഈ കാശ് കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി സമയം മാറി വരികയാണെന്ന്. എല്ലാം നന്നായി വന്നാ മതിയായിരുന്നു. എന്നിട്ട് വേണം ഈ പെണ്ണിനെ ഒരു ചെറുക്കന്റെ കൈ പിടിച്ചേൽപ്പിക്കാൻ. മുമ്പൊക്കെ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷമായിരുന്നു എൻ്റെ സന്തോഷം. പക്ഷേ ഇപ്പൊ അവരുടെ സന്തോഷത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഐ എം സോറി അച്ഛാ, ഐ എം വെരി വെരി സോറി.
മോളെ 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 എന്തു പറ്റി? മോളെ മോളെ ശ്രീ അയ്യോ മോളെ അച്ഛാ, ഇന്ന് അഷ്ടമിയാ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മോള്. സരോജം, നീ പെട്ടെന്ന് പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ. മോളെ മോളെ പേടിക്കണ്ട. കുടിക്കും മോളെ. മോളെ അമ്മേ കൈക്കുത്തിയമ്മേ കത്തോളണേ. ഇത് പിടിക്കാം. ഒരു സമാധാനം കിട്ടും. നിങ്ങളല്ലേ പറഞ്ഞത് കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച എല്ലാം ശരിയാകുമെന്ന്? എന്നിട്ടിപ്പോ ഇതാ കണ്ടില്ലേ, അഷ്ടമിക്ക് പഴയതുപോലെ മോള് വീണ്ടും വീണ്ടും ദുസ്വപ്നം കാണുകയാ. പേടിച്ചു വിറച്ച് തണുത്ത് മഞ്ഞു വെട്ട പോലെ ഇരിക്കും അവള്. നീ വിഷമിക്കാതെ, എല്ലാത്തിനും എപ്പോഴെങ്കിലും ഒരു അന്ത്യം ഉണ്ടാവുമല്ലോ സരോജം. നാം അല്പം കാത്തിരിക്കണമെന്നേ ഉള്ളൂ. എല്ലാം ശരിയാവും. ശരിയായേ പറ്റൂ. മോള് സമാധാനമായിട്ട് ഉറങ്ങിക്കോ. അച്ഛനും അമ്മയുണ്ട് കൂടെ. സരോജം, നീ ഇന്ന് മോളുടെ അടുത്ത് കടന്നോ. കുട്ടിക്ക് അല്പം ആശ്വാസം കിട്ടട്ടെ.